ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ കോവയ്ക്കയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 2 സ്പൂൺ അരിപ്പൊടിയാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുക. എരിവ് ആവശ്യമുണ്ടെങ്കിൽ സാദാ ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായാൽ ഉടൻ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര സ്പൂൺ പെരുംജീരകവും ജീരകവുമാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1.5 സ്പൂൺ ഉഴുന്നാണ്. 4-5 വലിയ വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഉഴുന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക മണവും സ്വാദും കിട്ടും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഉഴുന്നിൻ്റെ നിറമെല്ലാം മാറി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ എണ്ണയിൽ കിടന്ന് തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇളക്കി കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ സൈഡും ഒരേ വേവാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. സാധാരണ ഉഴുന്ന് നമ്മൾ വേറെ ഒന്നിലും ചേർക്കുന്നതല്ല. ഉഴുന്ന് ചേർത്ത് തയ്യാറാക്കുന്ന തോരനും മെഴുക്ക് പുരട്ടിയും വളരെ ടേസ്റ്റായിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറുതീയിൽ ഇട്ട് വേണം നമുക്കിതെല്ലാം തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ ഏകദേശം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.